നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ 74-ാം സ്വാതന്ത്ര്യ വാർഷികം വളരെ അഭിമാനത്തോടും സന്തോഷകരമായും ആഘോഷിക്കുന്ന വേളയിലാണ് നമ്മൾ ഏവരും. സ്വാതന്ത്ര്യം എല്ലാവരും ആഘോഷിക്കേണ്ടതും അതുപോലെ അഭിമാനത്തോടെ ഓർക്കേണ്ടതുമായ ഈ അവസ്ഥ നമ്മുടെ ഓരോരുടെയും മൗലികമായ കടമയുമാണ്. എന്നാൽ ഒരു പറ്റം ഭരണകൂടങ്ങൾ ഇന്ന് സ്വാതന്ത്ര്യം ഒരു വിഭാഗം ജനങ്ങൾ അവരുടെ ദേശീയതയും രാജ്യസ്നേഹവും തെളിയിക്കണമെന്ന രീതിയിലുള്ള പ്രചരണമാണ് നമ്മുടെ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസ്ഥയിലാണ് നമ്മുടെ ഈ സമൂഹത്ത് ഇന്ത്യ എന്ന രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വിഭാഗം മുസ്ലിം വിഭാഗം അവരുടെ ജീവനും സ്വത്തും എല്ലാം ത്യജിച്ചത് നമ്മൾക്കേർക്കും ചരിത്രങ്ങൾ പരിശോധിച്ചാൽ കാണാവുന്നതാണ്. ഈ അവസ്ഥയിൽ നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ അവർ നമ്മുടെ രാജ്യത്തിനു വേണ്ടി അവരുടെ ജീവിതം, അവരുടെ സ്വത്ത്, ജോലി എല്ലാം ത്യജിച്ചതിനെ സ്മരിക്കേണ്ടതായതുണ്ട്. അതിനുവേണ്ടിയാകട്ടെ നമ്മുടെ ഈ സ്വാതന്ത്ര്യദിനം ആഘോഷം. അവർ നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യം നിർഭയത്തോടുകൂടി നുകരാൻ നമ്മൾക്ക് അല്ലാഹു തആല തൗഫീക്ക് നൽകുമാറാട്ടെ എന്ന് മാത്രം ഈ സ്വാതന്ത്ര്യ സമര ദിനത്തിൽ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽ-ഇജാബ സെൻട്രൽ സ്കൂൾ ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് ഭരണഘടനയെ പഠിക്കുന്നു എന്ന വിഷയത്തിൽ നമ്മുടെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന പല മേഖലകൾ, പല വിഷയങ്ങളെക്കുറിച്ച് പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യുവാനുള്ളത് നമ്മുടെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളെക്കുറിച്ചാണ്. ആർട്ടിക്കിൾ 25 മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് കാണുവാൻ സാധിക്കുന്നത്. ആ ആർട്ടിക്കിൾ 25 തുടങ്ങുന്നത് ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് ആൻഡ് ഫ്രീ പ്രൊഫഷൻ, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയൻ എന്നിങ്ങനെയാണ് തുടങ്ങുന്നത്. ഇത് ഓരോന്നും എന്താണ് എന്ന് നാം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ധാർമ്മിക ബോധത്തിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ വിവേചന ബുദ്ധിക്കനുസരിച്ച് നിങ്ങളുടെ വിശ്വാസത്തെ നിർവചിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം എന്നാണ്. അതൊരോ മതങ്ങളാവാം. പല മതങ്ങളിൽ ഓരോ മതങ്ങളും ഓരോ വ്യക്തിയും അവൻ ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഏത് വിശ്വാസത്തിലാണോ ഉള്ളത് അതിനെ നിർവചിക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ്. മതമില്ലാത്തവർക്കും അത് നിർവചിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട്. അടുത്തത് രണ്ടാമത് പറയുന്നത് ഫ്രീ പ്രൊഫഷൻ എന്നാണ്. ആ ഫ്രീ പ്രൊഫഷൻ എന്ന ഭാഗത്തിൽ പറയുന്നത് എന്താ? റൈറ്റ് ടു പ്രാക്ടീസ്, അത് അനുവർത്തിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമാണ്. പ്രചരിപ്പിക്കുന്നതിനും ആ വിശ്വാസത്തെ സമൂഹത്തിന് മുന്നിൽ പ്രകടിപ്പിക്കുന്നതിനുമുള്ള അവകാശമാണ് ഫ്രീ പ്രൊഫഷൻ എന്ന് പറഞ്ഞത്. അതിൻ്റെ മറ്റൊരു ഭാഗമാണ് ഫ്രീ ഓഫ് റൈറ്റ് ടു പ്രൊപ്പഗേഷൻ. റൈറ്റ് ടു പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മതവിശ്വാസത്തെ പ്രചരിപ്പിക്കുന്നതിനുള്ള അവകാശം. അപ്പോൾ എന്തെല്ലാം പറഞ്ഞു? നമ്മുടെ ധാർമ്മിക ബുദ്ധിക്കനുസരിച്ച് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ധാർമ്മിക ബുദ്ധിക്കനുസരിച്ച്, വിവേചന ബുദ്ധിക്കനുസരിച്ച് അയാളുടെ വിശ്വാസത്തെ നിർവചിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് സമൂഹത്തിന് മുമ്പിൽ പറയുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ വിശ്വാസം അനുശാസിക്കുന്ന അനുഷ്ഠാന കർമ്മങ്ങളെ അനുവർത്തിക്കുന്നതിനുള്ള അവകാശമുണ്ട്. സമൂഹത്തിന് മുമ്പിൽ അത് പ്രചരിപ്പിക്കുന്നതിനുള്ള അവകാശമുണ്ട്. റൈറ്റ് ടു പ്രൊപ്പഗേറ്റ്. ഇവിടെ നിർബന്ധിതമായ ഒരാളെ നിർബന്ധിച്ച്
ഒരു മതത്തിലേക്ക് ചേർത്തുവാനുള്ള അല്ലെങ്കിൽ പരിവർത്തനം നടത്തുവാനുള്ള അവകാശം ഒരിക്കലും നമ്മുടെ ഭരണഘടന നൽകുന്നില്ല എന്നുള്ളതാണ്. ഒരാളെ നിർബന്ധപൂർവം ഒരു മതത്തിലേക്ക് നിർബന്ധപൂർവം ചേർക്കുന്നതിന്, പരിവർത്തനം നടത്തുന്നതിന് നമ്മുടെ ഭരണഘടന ഒരിക്കലും അനുവാദം നൽകുന്നില്ല. എന്നാൽ ഒരാൾക്ക് സ്വമേധയാ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരു വിശ്വാസത്തെ ഫോളോ ചെയ്യുന്നതിനുള്ള അവകാശം നൽകുന്നുണ്ട് താനും. ഇത്രയുമാണ് സാധാരണഗതിയിൽ ഭരണഘടനയിലെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളെക്കുറിച്ച് സാധാരണ നാം ചർച്ചയിൽ കണ്ടുവരുന്നത്. എന്നാൽ ഇതിൽ പെടാത്ത ഒന്ന് രണ്ട് ചില കാര്യങ്ങൾ കൂടി പറഞ്ഞാൽ മാത്രമേ ഇത് വേണ്ട രൂപത്തിൽ ഇതിൻ്റെ അർത്ഥം പൂർണ്ണമാവുകയുള്ളൂ. ഈ പറയപ്പെട്ട അവകാശങ്ങളൊക്കെ നമ്മുടെ ഭരണഘടന മുന്നോട്ട് വെക്കുന്നത് ചില നിബന്ധനകൾ മുന്നോട്ട് വെച്ചിട്ടാണ്. അതായത് ഒരാളുടെ വിശ്വാസം, ആ വിശ്വാസത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒരിക്കലും സമൂഹത്തിൻ്റെ സമാധാനപരമായ മുന്നോട്ടു പോക്കിനും ധാർമ്മികതയ്ക്കും വിരുദ്ധമാവാൻ പാടില്ല. 2, നമ്മുടെ മതവിശ്വാസം വിശ്വസിക്കുന്ന വ്യക്തിയുടെയോ സമൂഹത്തിൻ്റെയോ ആരോഗ്യപരമായ അല്ലെങ്കിൽ ആരോഗ്യത്തിന് ഹാനികരമാവുന്ന തരത്തിലേക്ക് ആവാൻ പാടില്ല. 3, നമ്മുടെ അവകാശം മറ്റ് മൗലിക അവകാശങ്ങൾക്ക് വിരുദ്ധമാവാൻ പാടില്ല. ഈ പറയപ്പെട്ട നിബന്ധനകളോടുകൂടി മാത്രമാണ് നേരത്തെ പറഞ്ഞ അവകാശങ്ങളെല്ലാം നമുക്ക് നൽകുന്നത്. അതായത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാവാൻ പാടില്ല, മൗലിക അവകാശങ്ങൾക്ക് വിരുദ്ധമാവാൻ പാടില്ല, സമത്വത്തിന് വിരുദ്ധമാവാൻ പാടില്ല, ആരോഗ്യത്തിന് ഹാനികരമാവാൻ പാടില്ല, സമൂഹത്തിൻ്റെ ധാർമ്മികതയ്ക്കോ അല്ലെങ്കിൽ സമാധാനപരമായ മുന്നോട്ടു പോക്കിനോ വിരുദ്ധമാവാൻ പാടില്ല. ഈ തരത്തിലായിരിക്കണം ഓരോരുത്തരുടെയും മതവിശ്വാസം. അതല്ല എങ്കിൽ ഭരണഘടനയിൽ അതിനുള്ള അവകാശം നമുക്ക് നൽകുന്നുമില്ല. അപ്പോൾ ഇത്തരത്തിലായിരിക്കണം നമ്മുടെ വിശ്വാസം നാം കൊണ്ടുപോകേണ്ടത്, മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഈ തരത്തിലായാൽ മതങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ മതങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ വിശ്വാസങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ അത്തരം ആളുകൾ തമ്മിൽ യാതൊരുവിധ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുഴപ്പങ്ങളോ മതപരമായിട്ടുള്ള മറ്റ് വിവേചനങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവാതെ നമുക്ക് വളരെ സുഖമായി മുന്നോട്ട് പോകാൻ ഈ ഭരണഘടന, നമ്മുടെ മഹത്തായ ഭരണഘടന അനുശാസിക്കുന്ന ഈ ഒരു അവകാശം നമുക്ക് ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഭരണഘടനയിലെ ഈ അവകാശങ്ങളെല്ലാം നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് മുന്നോട്ട് പോകുവാനും രാജ്യത്തിൻ്റെ ഉന്നമനത്തിനും രാജ്യത്തിൻ്റെ യശസ്സിനും ഉതകുന്ന തരത്തിൽ പ്രവർത്തിക്കുവാനും നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Hi, Assalamu alaikum. I'm Maria of Class 10. Firstly, I thank Allah to give me the opportunity to say some words to you. What is the specialty of today? You know that? Here we know today is Independence Day. Why we celebrate Independence Day? We celebrate Independence Day because we get freedom from British on August 15, 1947. So every year August 15 we celebrate it as Independence Day. Today I want to share some information about right to freedom of religion. Firstly, what is meant by Constitution? Here we know Constitution means it is a set of rules and regulations for guiding the administration of a country. And Constitution means the supreme law in India. Indian Constitution has 395 articles and 12 schedules. And also have 6 fundamental rights. What is meant by fundamental rights? The rights a man wanted are called fundamental rights, are the basic rights of a man. First fundamental right is right to equality. All people are treated equally before the law. Right to freedom.
all are being freed. And not a classification of white people, black people, and by rich or poor, or boy or girl, all people are equally freedom. They are all being equally freedom. Right against exploitation. That means child labor, child marriage, slave labor, etc. Right to freedom of religion. Right to freedom of religion means right to choose, change, or propagate any religion. Right to property. We have all property individually. That right is called right to property. Right for constitutional remedies. That means we have to protect our fundamental rights by the supreme law. And next is, we have come on to our topic, right to freedom of religion. Right to freedom of religion means we have to choose, change, or propagate any religion. No one will be questioned why you choose that religion or why you change religion. Our choice. We have to follow which religion. That's our choice. And this freedom of religion is secured by Article 25 to 28. The freedom of religion is arranged Article 25 to 28. Article 25 says freedom of conscience and free profession, practice and propagation of religion. Article 26 says freedom to manage religious affairs. Article 27 said that freedom from taxation for promotion of religion. And Article 28 means freedom from attending religious instructions. All the rules and regulations based on freedom of religion is arranged on these articles. On this Independence Day, I memorized and thanked all freedom fighters who fought against British and bound independent country to us. I hope now all you get an idea about freedom of religion, or the fourth fundamental right of Indian Constitution. And I am going to end my speech by wishing you a happy Independence Day. Thank you. Hi friends, I am Nargis. Today I am going to sing a song for our nation. I am proud to be an Indian. We are proud to be the Indians. I am proud to be an Indian. We are proud to be the Indians. It's a wonderful country. It's an amazing country. It's a wonderful country. It's an amazing country. I am proud to be an Indian. We are proud to be the Indians. I am proud to be the Indians. We are proud to be the Indians. It's a country of great people. It's a country of great brave leaders. It's a country of great people. It's a country of brave leaders. I am proud to be an Indian. We are proud to be the Indians. I am proud to be an Indian. We are proud to be the Indians. It's a country of sacrifice. It's a country of secularity. It's a country of sacrifice. It's a country of secularity. It's a wonderful country. It's an amazing country. It's a wonderful country. It's an amazing country. I am proud to be an Indian. We are proud to be the Indians. I am proud to be an Indian. We are proud to be the Indians. Thank you. Hi everybody. Happy Independence Day. Happy Independence Day. Happy Independence Day. All Indians. Happy Independence Day. Happy Independence Day. Happy Independence Day for all Indians. We are Indian bold and free. We are Indian strong and strong.
greeting to all the respectable persons. Today I would like to deserve a speech on right to freedom of religion in Indian Constitution. Everyone has the right to freedom to thought, conscience and religion. These rights includes freedom to change his religion or belief and the freedom to manifest his religion or belief in worship, teaching, practices, etc. as either alone or in community with others, whether in public or private. The freedom to manifest one's religion to belief shall be subjected only to such limitations that are prescribed by the law. In a democratic environment, it is necessary to practice such limitations for the interest public safety and for the protection of the public order, health and morals. It is also necessary for the protection of the rights and freedom of others. Beginning a secular country, India has given to right the freedom of religion. In the Articles 25 to 28 in Constitution of India, there is the right to freedom of religion. It impacts freedom of conscience and free profession practice and propagation of the religion. It also gives freedom to manage religious affairs. Nowadays, it has been seen at some places. This right to freedom of practicing our religion is being questioned and some citizens has been tortured by certain people for the same. This is not at all good for a secular country like India, though in some states like Gujarat, Madhya Pradesh, etc. have been enacted the anti-conversion laws to regulate religious conversions. But every citizen has a right to practice and promote their religion peacefully, and our constitution also allows that being a responsible citizen. I hope all of us should respect this. Before winding up, I like to tell you one thing. If we are concerned about our rights, think of our duties also. Thank you. Jai Hind. Good evening, everybody. I am Asla Saif. നാളെ നമ്മുടെ സ്വാതന്ത്ര്യ ദിവസമല്ലേ, അതുമായി ബന്ധപ്പെട്ട ഒരു പാട്ടാണ് നമ്മൾ ഇന്ന് പാടാൻ പോകുന്നത്. എത്ര സുന്ദരം എൻ്റെ ഭാരതം, എത്ര സുന്ദരം എൻ്റെ ഭാരതം, ഭാരതം ഭാരതം ഭാരതം. നാനാ ജാതി മതങ്ങൾ കൈകൾ കോർക്കും നാട്, മാനാഭിമാനങ്ങൾ ഭാരതമാം വീട്. എത്ര സുന്ദരം എൻ്റെ ഭാരതം, എത്ര സുന്ദരം എൻ്റെ ഭാരതം, ഭാരതം